Hello and welcome back to my channel. My name is Pranavia and I'm a final prof BAMS student. Today in this video I am going to discuss you about what is BAMS. So BAMS stands for Bachelor of Ayurvedic Medicine and Surgery. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നീറ്റിൻ്റെ എക്സാം ഒക്കെ വന്നു കഴിഞ്ഞു. ഈ നമ്മൾ MBBS, BMS, BSMS, BUMS, BBSc അങ്ങനെയൊക്കെയുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് BMS എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമല്ലേ? അപ്പോൾ തുടങ്ങിയാലോ? ഇപ്പോൾ ആദ്യം നമുക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അഡ്മിഷൻ എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നീറ്റ് എക്സാം എഴുതണം. അതിനുശേഷം റിസൾട്ട് വരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് നമ്മൾ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ചോയ്സ് ഫില്ല് ചെയ്യും, അല്ലെ? അപ്പോൾ രണ്ട് തരത്തിലുള്ള അലോട്ട്മെന്റ് ആണുള്ളത്. അതായത് NCC വഴിയായിട്ട് ആയുഷ്, അതായത് ആയുർവേദത്തിനാകുമ്പോഴത്തേക്ക് ആയുഷിന്റെ ആണല്ലോ. അപ്പോൾ അതുവഴി ഓൾ ഇന്ത്യ കോട്ടയുടെ ആയുർവേദത്തിന് വേണ്ടിയിട്ടുള്ള സീറ്റുകൾക്ക് വേണ്ടിയും, ഇനി അടുത്തത് കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതേ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് കേരളത്തിന്റെ ഒരു റാങ്ക് ഉണ്ടാക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതിൽ നിന്നും, അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ്, അതാണ് കീമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ചോയ്സ് ഫിൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്താ, നമ്മുടെ മാർക്സ് അനുസരിച്ചും നമ്മുടെ ബാക്കി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും അങ്ങനെയുള്ള കുറേ റിസർവേഷനും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഫൈനലി നമ്മൾ എൻട്രൻസ് കമ്മീഷണർ നമുക്ക് ഒരു കോളേജ് അലോട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇന്റൻഷനോട് കൂടി BMSന് വരുന്നവരുണ്ട്. എന്നാൽ ഇത് ഒന്നും അറിയാതെ MBBS കിട്ടാത്തതുകൊണ്ട് BMSന് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് വരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാകത്തില്ല എന്താണ് ആയുർവേദം എന്നൊന്നും അറിയത്തില്ല. പോട്ടെ അതെല്ലാം നമ്മൾ കളയുക. അതായത് ഒരു 15 ദിവസത്തെ നമുക്കൊരു ട്രാൻസിഷണൽ കരിക്കുലം നമുക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു 15 ദിവസം നമുക്ക് ഇൻസൈഡ് നമ്മളെ കോളേജിലെ ഫാക്കൾട്ടീസ് ആയിക്കോട്ടെ, പുറത്തുനിന്നുള്ള ഫാക്കൾട്ടീസ് ആയിക്കോട്ടെ, അവരൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് എന്തൊക്കെയാണ് സബ്ജക്റ്റ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ നിൽക്കേണ്ടത്, ഈ സിലബസ് എന്താണ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അതിനെക്കുറിച്ചെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ആ ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്യാമ്പസ് വിസിറ്റ് കാണും. അതായത് മെഡിസിനൽ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിസിറ്റ് കാണും, ഫാക്ടറി വിസിറ്റ് കാണും, അങ്ങനെ കുറേ വിസിറ്റുകളൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമുക്ക് ഒരു 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ശിഷ്യോപനയനം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം, അതായത് ഒരു ഗുരു ശിഷ്യനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതും കൂടെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാവും. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുക്കാനേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഫിനെ കുറിച്ച് മാത്രം സംസാരിക്കാം. സെക്കൻഡ് പ്രൊഫിനെ കുറിച്ചും തേർഡ് പ്രൊഫിനെ കുറിച്ച് HSനെ കുറിച്ചൊക്കെ വഴിയെ പറയാം. കാരണം ഞാനിപ്പോൾ തേർഡ് പ്രൊഫ് ആയിട്ടുണ്ടല്ലോ. ഒരു 6 മാസം കഴിയാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ HS അതിന് ശേഷം HSനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഫിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ, ഇവിടെ നമുക്ക് 5 സബ്ജക്റ്റുകളാണുള്ളത്. ഒന്നാമത്തേത് അനാറ്റമി. അതിനെ നമ്മൾ അനാറ്റമി എന്ന് പറയുമ്പോൾ രചനാശാരീരം, ഫിസിയോളജി ക്രിയാശാരീരം, പിന്നെ പദാർത്ഥ വിജ്ഞാനം, ആയുർവേദിക് ഫിലോസഫി, പിന്നെ സംഹിത ആൻഡ് സിദ്ധാന്ത. അതായത് ഒരു ശാസ്ത്രമാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആചാര്യന്മാർ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നെ സംസ്കൃതം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചില കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഓൾറെഡി സംസ്കൃതം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കും. ചിലരാണെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ഇല്ലാത്ത ആൾക്കാരാണ്. എനിക്കും സംസ്കൃതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കോളേജിലെ ഫാക്കൽറ്റി കൃത്യമായിട്ട് നമുക്ക് അക്ഷരങ്ങൾ എഴുതാൻ വരെ പഠിപ്പിച്ചിരും. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. അവിടെ നമ്മൾ ഗ്രാമർ പഠിക്കുന്നു. ഇതിന് 2 മാസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. എനിക്ക് ചുരുക്കി പറയാൻ വെച്ചാൽ 2 മാസം മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴും പഠിക്കുന്നത് ഇത് തന്നെയല്ലേ പഠിക്കുന്നത്, അത് നമ്മൾ ഈ ഒഴുക്കിനനുസരിച്ച് പോകാനൊക്കെ പറയില്ലേ, അതുപോലെ അതങ്ങ് വന്നോളും, തനിയെ വന്നോളും. പിന്നെ നമുക്ക് അതായത് എല്ലാത്തിനും 2 പേപ്പർ വീതമാണുള്ളത്. അനാറ്റമി പേപ്പർ 1, 2, ഫിസിയോളജി പേപ്പർ 1, 2, പദാർത്ഥ വിജ്ഞാനം
ഇപ്പോൾ 1 and 2 സംഹിത സിദ്ധാന്ത ഒറ്റ പേപ്പറേ ഉള്ളൂ. സംസ്കൃതത്തിന് 2 പേപ്പറുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്രാമർ പോർഷനാണ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ സ്റ്റോറീസ്, നോവൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഈ സെക്കൻഡ് പേപ്പറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് 5.5 വർഷത്തെ കോഴ്സാണ്. അതായത് 4.5 years. അത് ഇത്രയും പഠിക്കുക. പിന്നെ 1 വർഷത്തെ നമുക്ക് ഇന്റേൺഷിപ്പാണ്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലൈൻ. പിന്നെ ഫസ്റ്റ് പ്രിഫർ എന്ന് പറയുന്നത് ആദ്യം പണ്ടൊക്കെ, അതായത് ഞാനിപ്പോൾ 2021 ബാച്ചാണ്. അതായത് 2021 ബാച്ചിന് തൊട്ട് മുമ്പ് വരെ 2020 വരെ ഇയർ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഇയർ സിസ്റ്റം അവർക്ക് 3rd year 4th year കഴിഞ്ഞ ഫൈനൽ ഇയർ എന്ന് പറയുന്നത് 1.5 വർഷമായിരുന്നു. പിന്നെ ഇപ്പം നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും 2021 തൊട്ട് എല്ലാം 1.5 വർഷത്തെ കോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ 1.5 വർഷം വെച്ചിട്ട് 3 വർഷത്തെ പ്രൊഫഷണൽ ഇയേഴ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ സബ്ജക്റ്റ് കൂടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടി വരും. അതാണ് കുറച്ചുകൂടെ ആഡ് ഓൺ ആണ്. നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, കുറച്ചുകൂടെ ആഡ് ഓൺ ആണ്. കുറച്ച് സിലബസിലായിക്കോട്ടെ എല്ലാത്തിനും കുറച്ച് കൂടുതലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എക്സാംസിൻ്റെ രീതികളെന്ന് പറയുന്നത് നമുക്കിപ്പോൾ 1.5 വർഷത്തിനെ നമുക്ക് 3 സെക്ഷനായിട്ട് ഒരു 6 മാസമായിട്ട് ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ സംഭവിക്കാൻ പോണ കാര്യം എന്ന് പറയുന്നത് പീരിയോഡിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ, അത് NCSMൻ്റെ പുതിയ ഇന്നോവേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് സാധാരണ നമ്മൾ ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തില്ലേ, അതുപോലെ ആദ്യത്തെ 6 മാസത്തിൽ 3 PA ഉണ്ടാവും, പീരിയോഡിക് അസസ്മെൻറ്റ്. അതിൻ്റെ മാർക്കൊക്കെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അത് ചിലപ്പോൾ റിട്ടേൺ 15 മാർക്കിൻ്റെ എക്സാംസ് ആയിരിക്കും നടത്തുന്നത്. അതിനകത്ത് MCQ ഉണ്ട്, ലോങ് ആൻസർ ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്. ലോങ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും 10 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അത് ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. പിന്നെ 1 മാർക്ക് MCQ ഉണ്ടാവും. അതായത് ഇതെല്ലാം അത് ഇഷ്ടമുള്ള രീതിയിൽ ടീച്ചേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലോങ് ആൻസർ മാത്രം ചോദിക്കണോ, ഷോർട്ട് ആൻസർ മാത്രം ചോദിക്കണോ, അല്ലെങ്കിൽ MCQ മാത്രം ചോദിക്കണോ എന്നുള്ളത് ടീച്ചർ ഡിസൈഡ് ചെയ്യും. അത് റിട്ടേൺ എക്സാം ആക്കണോ, ഇല്ലെങ്കിൽ അല്ല പ്രാക്ടിക്കൽസ് ആയിട്ട് നടത്തണോ, അല്ലെങ്കിൽ വൈവ ആയിട്ട് നടത്തണോ, അതും ടീച്ചേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും 15 മാർക്കിൻ്റെ തന്നെയായിരിക്കും നടത്തുന്നത്. അങ്ങനെ ഒരു ആദ്യത്തെ 6 മാസത്തിൽ 3 PA ഉണ്ടാവും. അതിൻ്റെ എൻഡിൽ ഒരു ടേം എക്സാം ഉണ്ടാവും. അതായത് നമ്മുടെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ അങ്ങനെയൊക്കെ കാണത്തില്ലേ. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ 1.5 വർഷത്തിൽ 9 PA പീരിയോഡിക് അസസ്മെൻറ്റ് 9 ഉണ്ടാകും. അതുപോലെ തന്നെ 3 ടേം എക്സാം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ടേം എക്സാം ഉണ്ടാകും. പിന്നെ ഉള്ളത് മോഡൽ എക്സാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. മനസ്സിലല്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചോദിക്കുന്നത് MCQ അത് 20 ചോദ്യങ്ങളാണുള്ളത്. അത് 1 മാർക്ക് വെച്ചിട്ടാണ്. പിന്നെ 5 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 10 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളും കാണും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നത്. അനാറ്റമി എന്ന് പറയുമ്പോൾ അതിനകത്ത് രചനാ ശാരീരമാണ്. അപ്പോൾ നമ്മൾ മോഡേണും ആയുർവേദവും പഠിക്കണം. മോഡേണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ചൗരസ്യ ബുക്കാണ് നമ്മൾ മോഡേൺ പോർഷൻസ് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആയുർവേദിക് രചനാ ശരീരത്തിൻ്റെ ആയുർവേദിക് ബുക്കുകളും ഉണ്ട്. പിന്നെ നമുക്ക് കെഡാവർ ഉണ്ട്. കെഡാവറിക് ഓത്തൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കെഡാവർ പഠിക്കുന്നത്. ഒരു ഗവൺമെൻറ് കോളേജിൽ 60+ ആയിരിക്കും അവരുടെ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ അവർക്ക് 2, 3, 4 കെഡാവർ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ കോളേജിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 60 സ്റ്റുഡൻസ് മാത്രമായിരിക്കും കോളേജിൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ കെഡാവറിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഒറ്റ കെഡാവർ എന്ന് പറയുമ്പോൾ 60 സ്റ്റുഡൻസിനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതായത് 30 വെച്ചിട്ട് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം 2ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ പോർഷൻസും കെഡാവറിൻ്റെ എല്ലാ പോർഷൻസും പഠിക്കാം നമുക്ക് അവസരം കിട്ടും. അത് ആർക്കും മിസ്സായി പോകത്തൊന്നുമില്ല. പിന്നെ ഫിസിയോളജി ലാബിൽ ഫിസിയോളജി നമ്മൾ തിയറി പഠിക്കുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് BP അപ്പാരറ്റസ്, സ്റ്റെത്തസ്കോപ്പ്, അങ്ങനെ ഇഷ്ടംപോലെ അപ്പാരറ്റസ് ഒക്കെ ഉണ്ട്. അതായത് മൈക്രോസ്കോപ്പ് സഹിതമുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് പഠിക്കണം. പിന്നെ ഓരോ സിസ്റ്റം വൈസ് ഉള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബ്ലഡിൻ്റെ, അതായത് ക്ലോട്ടിങ് ടൈം, ബ്ലീഡിങ് ടൈം, അങ്ങനെ പിന്നെ ഹീമോസൈറ്റോമെട്രി, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ യൂറിനസ് അനാലിസിസ്, അങ്ങനെയുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. നല്ല രസമാണ് അതൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെയും ബോറിംഗ് ഒന്നുമല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പദാർത്ഥ വിജ്ഞാനം. അപ്പോൾ ഈ 2 സബ്ജക്റ്റിനും തിയറി, പ്രാക്ടിക്കൽ, വൈവ ഇതുണ്ട് കേട്ടോ. വൈവയും ഉണ്ട്.
ഇനി നമ്മൾ നോക്കേണ്ടത് സംഹിത ആൻഡ് സിദ്ധാന്ത. സംഹിത ആൻഡ് സിദ്ധാന്തത്തിൽ നമുക്ക് വൈവയാണ് പറയുന്നത്. അപ്പോൾ വൈവ ചോദിക്കും, ചിലപ്പോൾ സ്പോട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ വെക്കും. അത് ഡിപ്പെൻസ് ഓൺ ദ കോളേജ് ആൻഡ് ദ ടീച്ചർ ഡിസൈഡ്, അതായത് എക്സ്റ്റേണൽ എക്സാമിനർ ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും സ്പോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോൾ സ്പോട്ടിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും വൈവ. പിന്നെ നമുക്ക് സംസ്കൃതത്തിൽ പോകുമ്പോൾ അതിന് ഫുൾ ഓൺ വൈവ തന്നെയായിരിക്കും. 2 പേപ്പറിലെയും വൈവ ചോദിക്കും, എക്സ്റ്റേണലും ചോദിക്കും ഇന്റേണലും ചോദിക്കും. അപ്പോൾ നന്നായിട്ട് ആൻസർ ചെയ്യുക. അങ്ങനെ അവർ നമ്മളെ കുഴപ്പിക്കത്തൊന്നുമില്ല. പിന്നെ നമുക്കൊരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുറന്നു പറയാം, നമുക്കറിയില്ല. അപ്പോൾ അവർ അടുത്ത ചോദ്യം ചോദിക്കും, നമുക്ക് ആൻസർ, നമുക്കൊരു മാത്സ് ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബെല്ലടിക്കുമ്പോൾ കയറുന്നു, അടുത്ത ബെല്ലടിക്കുമ്പോൾ അടുത്ത സാറിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു. അങ്ങനത്തെ സംഭവമല്ല. 5 മിനിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ 5 മിനിറ്റ് ആണ് മറ്റ് വിഷയങ്ങൾക്ക്, അതായത് അനാറ്റമി ഫിസിയോളജി എന്നൊക്കെ പറയുമ്പോൾ 5 മിനിറ്റ് ആണ്. പക്ഷേ ഈ സംഹിത, സംസ്കൃതം ഇതൊക്കെ അതല്ല ടൈം. 5 മിനിറ്റ് അല്ല നമ്മൾ പിടിച്ച് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നും അറിയില്ല എന്ന് കരുതി എനിക്കൊന്നും എന്ത് ചോദിച്ചാലും ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, അങ്ങനെ പറ്റില്ല. നമ്മൾ പറയാൻ ശ്രമിക്കണം, അതിനനുസരിച്ച് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടിക്ക് കുറച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും. അതിനനുസരിച്ച് നമുക്ക് മോഡുലേഷൻസ് വരുത്താം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൻസർ പറയാം. പക്ഷേ എല്ലാം അറിയാവുന്ന ഒരാളാണ് താൻ, ഒരു അഹംഭാവം അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. നമ്മൾ വൈവയ്ക്ക് ചെല്ലുമ്പോൾ നീറ്റായിരിക്കണം, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം, നല്ല ഡ്രസ്സിങ്ങും, അതെല്ലാം നമ്മുടെ കോൺഫിഡൻസും എല്ലാത്തിനും മാർക്കുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സംസ്കൃതവും വൈവ തന്നെയാണ്. ഇനി പദാർത്ഥ വിജ്ഞാനം 2 പേപ്പറാണ്. അതിനകത്തും പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് സ്പോട്ടിങ് വെക്കാം. നമ്മൾ അതിനകത്ത് കുറച്ച് ദർശനങ്ങൾ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഒരു കേസ് തരും, അത് വന്നിട്ട് അതിൻ്റെ ആയുർവേദം കൺവേർട്ട് ചെയ്ത് എഴുതാനോ, അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ പഠിക്കും. അത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് സ്പോട്ടിംഗ് ഒക്കെ കാണാം, അത് കണ്ടിട്ട് ഏത് ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പടം വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, മേഘം ഉരുണ്ടു കൂടുന്നു, അപ്പോൾ തലവേദന വരുന്നു, പനി വരുന്നു, അങ്ങനെ അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ വെച്ചിട്ട് ഇതേത് ഡിസീസാണെന്ന് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും തമഹശ്വാസം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആയുർവേദിക് ടേമാണ്, ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ നമുക്കിത് മനസ്സിലാവും. അങ്ങനെ കുറേ സ്പോട്ടിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ വൈവ മെയിനാണ്. 2 പേപ്പറിലെയും ചോദിക്കും, ഇന്റേണലും ചോദിക്കും, എക്സ്റ്റേണലും ചോദിക്കും. നല്ല പോലെ ആൻസർ ചെയ്യുക. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വൈവ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ശ്ലോകം, എല്ലാത്തിലും ശ്ലോകം പഠിച്ചേ പറ്റൂ. കാരണം ചിലർക്ക് ശ്ലോകം പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും, പക്ഷേ സാരമില്ല, അത് പഠിച്ചോളും. അത് പറ്റുന്നിടത്തോളം ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. സംസ്കൃതം നമ്മുടെ 2 മാസം കൊണ്ട് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റും. പിന്നെ ആ കാര്യത്തിൽ വറി ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാ റെഫറൻസും കൂടെ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകാസ് അത് പഠിക്കുക. ഇപ്പോൾ 5 എണ്ണത്തിൽ 3 എണ്ണേ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ, പോട്ടെ 2 എണ്ണ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുള്ളൂ, അത് മതി. ഇനി ബാക്കിയുള്ളതിൻ്റെ എന്ത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പഠിച്ചു വെക്കുക, അത് എഴുതുക. ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ശ്ലോകങ്ങൾ എഴുതി അതിൻ്റെ മീനിങ് എഴുതിയതിന് ശേഷം ഈ ആചാര്യൻ എന്ത് പറയുന്നു, അടുത്ത ആചാര്യൻ എന്ത് പറയുന്നു, നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇംഗ്ലീഷിൽ എഴുതാം. കൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ അത് മാറ്റി എഴുതാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ആ ശ്ലോകം പഠിക്കാൻ പറ്റില്ലെങ്കിൽ ആ സംസ്കൃതത്തിൽ ആ വാക്കുകൾ എടുത്ത് എഴുതി നമുക്ക് പറയാൻ പറ്റും. അതും ഒരു നല്ല അപ്രോച്ചാണ്. ഇനി നമ്മുടെ സിലബസിൽ ഞാൻ പറഞ്ഞു MCQ ഉണ്ട്, ലോങ് ആൻസർ ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്. പക്ഷേ ഇതിൽ എല്ലാ സബ്ജക്ട്സിലും ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് മസ്റ്റ് നോ, ഡിസേർട്ട് നോ, നൈസ് ടു നോ. അതായത് ഈ മസ്റ്റ് നോ എന്ന് പറയുന്നത് മസ്റ്റ് നോയിൽ നിന്ന് 10 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം, 1 മാർക്കിനും ചോദിക്കാം. ഇനി ഡിസേർട്ട് നോ എന്നാണെങ്കിൽ അത് 5 മാർക്കിന് മാത്രമേ അവിടെ നിന്ന് ചോദിക്കൂ. ഇനി നൈസ് ടു നോ എന്ന് പറയുമ്പോൾ അത് MCQ മാത്രമേ ചോദിക്കൂ.
ഇനി പക്ഷെ ഞാൻ പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ മസ്റ്റിന് എത്ര 50 ചോദ്യങ്ങൾ മസ്റ്റിന് ഈ 50 ചോദിക്കും. അത് നമുക്ക് ഉറപ്പാണല്ലോ. ഈ മസ്റ്റിനോ പോർഷൻസ് ഫുള്ള് പഠിക്കുകയാണെങ്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ഡിസൈഡിനോ ഒന്നും ചോദിക്കാം, നൈസ്റ്റിനോ ഒന്നും ചോദിക്കാം. എളുപ്പമല്ലേ? അപ്പോൾ മസ്റ്റിനോ പഠിക്കുന്നതല്ലേ എളുപ്പം. അത് ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞാണ്. പക്ഷെ ഫുൾ പഠിക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തിനാണ് മോഡേൺ കൂടി പഠിക്കുന്നത്? ഈ ആയുർവേദം പഠിക്കുമ്പോൾ എന്തിനാണ് മോഡേൺ പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അനാറ്റമി എന്ന് പറയുമ്പോൾ അത് രചനാ ശരീരമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഇത്ര നാഡീ ഞരമ്പുകളുണ്ട്, ഇത്ര മർമ്മങ്ങളുണ്ട്, ഇത്ര എന്താ നമ്മുടെ ചർമ്മത്തിന് ഇത്ര ലെയറുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ ആയുർവേദത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തൊക്കെയാണെന്ന് മോഡേണിൽ നമുക്ക് അറിയണ്ടേ? ചെവി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ അവയവത്തിലുണ്ട്. ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നു. ഓക്കെ, അത് ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ മോഡലിൽ എങ്ങനെയാണ് അനാറ്റമി ഓഫ് ഇയർ എന്താണെന്ന് പഠിക്കണം, അതിന്റെ ഫങ്ഷൻ ഓഫ് ഇയർ എന്താണെന്ന് പഠിക്കണം, റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്ന് പഠിക്കണം, എന്തെങ്കിലും ഡിസീസ് ഉണ്ടായാൽ അതെന്താണെന്ന് പഠിക്കണം. അപ്പൊ രണ്ടും നമുക്ക് അറിഞ്ഞേ പറ്റൂ. പിന്നെ നമ്മൾ മസിൽസിനെ പഠിക്കുന്നു. സ്കിന്നിന് 7 ലെയേഴ്സ് ഉണ്ട് അല്ലെ? സ്കിന്നിന് 7 ലെയേഴ്സ് ഉണ്ടെന്ന് ആയുർവേദത്തിലും പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോഡൽ എന്താണ് പറയുന്നത് അത് നമ്മൾ അറിഞ്ഞല്ലേ പറ്റൂ. കാരണം ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു രോഗം തന്നു, നമ്മൾ ആയുർവേദം ആയതുകൊണ്ട് ആയുർവേദത്തിൽ നമ്മളത് പഠിക്കുന്നു. പക്ഷെ അതല്ല, ഇതാണ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആയുർവേദ നോളജും വേണം, മോഡേൺ നോളജും വേണം. ഒരാൾ വന്ന് ചോദിക്കുന്നു, ഇത് കണ്ടിട്ട് ഞാൻ പറയുന്നു ഇത് ഗൃദ്രസിയാണ്. ഓക്കെ, ഗൃദ്രസി എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരാൾ വന്നിട്ട് സയാട്ടിക്ക അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മോഡേൺകാരനറിയാം സയാറ്റിക് എന്താണ്, ആയുർവേദക്കാരനറിയാം ഗൃദ്രസി എന്താണ്, കല്ലി എന്താണ് അല്ലെ, കടിഗ്രഹം എന്താണ് എന്നൊക്കെ. പക്ഷേ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിലോ നമുക്ക് കൃത്യമായ ഡയഗ്നോസിൽ എത്തിക്കണമെങ്കിലോ ഇതിനൊക്കെ വേണ്ടി എന്ത് വേണം? മോഡേൺ നോളജും അറിയണം. അപ്പൊ ഗൃദ്രസി ആൻഡ് സയാട്ടിക്ക കമ്പൈൻ ചെയ്താൽ നമുക്ക് കൃത്യമായ ഡയഗ്നോസിൽ എത്താം, കൃത്യമായ മരുന്ന് കൊടുക്കാം, പേഷ്യന്റിനെ ക്യൂർ ചെയ്തെടുക്കാം. അതല്ലേ നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ അതായത് ഒന്നിൽ എന്ത് പറയുന്നു, ഇതിൽ എന്ത് പറയുന്നു, ആ കൃത്യമായ കാര്യങ്ങൾ നമ്മൾക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ആയുർവേദം മാത്രമേ അറിയാവുള്ളൂ എങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ ചെന്ന് നിൽക്കും. ഇതിന്റെ അപ്പുറത്തൊക്കെ എന്ത്, അതായത് ഒരു മതിലായിരിക്കും അവിടെ കാണുന്നത്, ആ മതിലിന്റെ അപ്പുറത്ത് എന്താന്ന് പോലും നമുക്ക് അറിയില്ല അല്ല. ഒരാൾ വന്ന് ചോദിക്കും ഇതിന് എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചാൽ പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴും അത് നമ്മുടെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ 2 കോളേജും ആവശ്യമാണ്. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് KUHS തന്നെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതായത് എലക്റ്റീവ്സ് പറയുന്നുണ്ട്, YIP ഉണ്ട്, പിന്നെ നമുക്ക് കുറേ വിസിറ്റുകളുണ്ട്. എന്ന് വെച്ചാൽ ഗാർഡൻ വിസിറ്റ്, അതായത് ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ്, ഫുഡ് ഫാക്ടറി വിസിറ്റ്, പിന്നെ ഫോറൻസിക് ലാബ് വിസിറ്റ്, അങ്ങനെ പിന്നെ അതിൻ്റെ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് വിസിറ്റ്, അങ്ങനെ കുറേ വിസിറ്റുകൾ പറയുന്നുണ്ട്. പിന്നെ ട്രിപ്പ്, അതായത് ഫസ്റ്റ് ഓഫ് ആകുമ്പോഴത്തേക്കും 1 ഡേ ട്രിപ്പ് പറയുന്നുണ്ട്. അത് ടീച്ചേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അതും പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ് കോഡ്, ഓക്കെ, ജീൻസും ചെറിയൊരു ടോപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഗേൾസിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ബോയ്സിനും ചുമ്മാ കാഷ്വലായിട്ട് വീട്ടിലൊക്കെ നിൽക്കുന്ന ഡ്രസ്സിൽ പോകാൻ പറ്റുമോ? കൈലി മുണ്ടൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമുക്കൊരു ഡ്രസ്സിങ് ഉണ്ട്. അതായത് നമ്മൾ പേഷ്യൻറ്റിനെ കാണാനായിട്ട് വാർഡിലേക്ക് പോകുന്നു. ഈ വാർഡിലോട്ട് പോകുന്ന പേഷ്യൻസിന് അറിയില്ല നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെന്ന്. അവർ കാണുമ്പോൾ ഡോക്ടർ എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഫഷണൽ ആയിരിക്കണം. അതായത് കുർത്തയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെടുക്കുക, കുർത്ത ഇടുക, വെൽ നീറ്റ് ആയിരിക്കണം, നല്ല പ്രസൻറ്റബിൾ ആയിരിക്കണം, ഒരുപാട് ഓവർ ക്രൗഡ് ആവരുത്. പിന്നെ നീറ്റ് ആയിട്ടുള്ള വൈറ്റ് കോട്ട്, അത് ക്ലീൻ ആയിട്ട് തന്നെ വെക്കുക. എന്തെങ്കിലും ഡാമേജോ ഒക്കെ വരികയാണെങ്കിൽ, സ്റ്റെയിനൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അത് മാറ്റുക. കാരണം എപ്പോഴും നമ്മൾ നീറ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ ജോലി അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും നമ്മൾ സെൽഫായിട്ട് പ്യൂരിഫൈ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ക്ലെൻലിനെസ് സൂക്ഷിച്ചാൽ മാത്രമേ മറ്റൊരാൾക്കും ഒരു അസുഖങ്ങളും ഉണ്ടാവാതെ നമുക്ക് തന്നെ നോക്കാൻ പറ്റൂ. അപ്പോൾ അതാണ്. പിന്നെ പുട്ടപ്പ് ചെയ്യണം. എല്ലാവർക്കും പുട്ടപ്പ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിക്കുന്നിടത്ത് പുട്ടപ്പ് ചെയ്യണം. പുട്ടപ്പ് ചെയ്തേ പറ്റൂ.
കാരണം നമ്മൾ ലാബിലൊക്കെ ടെസ്റ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഹെയർ ഒന്നും വീഴാൻ പാടില്ല. പിന്നെ നെയിൽസ് ഒക്കെ നല്ലപോലെ കട്ട് ചെയ്തിരിക്കണം. കാരണം നമ്മൾ അതായത് അനാറ്റമി ഫിസിയോളജി ലാബിലൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പം നെയിൽസ് വളർത്താൻ പാടില്ല. പിന്നെ ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീറ്റ് ക്ലീൻ ഷേവ് ആയിരിക്കണം. അങ്ങനെയല്ല, എക്സാം വൈവ ടൈമിലൊക്കെ നല്ല ക്ലീൻ ഷേവ് ആയിരിക്കണം. അല്ലെങ്കിൽ നല്ല മാന്യമായിട്ട് നടക്കുക, കൃത്യമായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാതെ ഒരുപാട് വളർത്തി ഷേപ്പൊന്നും ചെയ്യാതെ ഇടാതിരിക്കുക. അതാണ് നമുക്ക് ഡ്രസ് കോഡും കാര്യങ്ങളുമായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ വിസിറ്റിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. PHC CHC, അതായത് പബ്ലിക് ഹെൽത്ത് സെൻറ്റർ, അതൊക്കെ അതിൻ്റെയൊക്കെ വിസിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ബയോവേസ്റ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെയും ഒരു വിസിറ്റ് ഉണ്ട്. പിന്നെ ലാബുകൾ, അതായത് നമുക്ക് ECG ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും എക്സ്റേ പഠിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ലാബുകളുടെ വിസിറ്റും നമുക്ക് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് കുറേ അതായത് ഔട്ട്സൈഡിലുള്ള കുറച്ച് പ്രഗത്ഭരായ വ്യക്തികളുടെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. എമർജൻസി മാനേജ്മെൻറ്റ്, അതൊക്കെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കിട്ടും. അത് ചിലപ്പോൾ 2 തവണ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 15 ദിവസം ട്രാൻസിഷണൽ കരിക്കുലം ആണല്ലോ, ആ സമയത്തും കിട്ടും. അതിനുശേഷം ഫൈനലോട് അടുക്കുമ്പോഴും നമുക്ക് കിട്ടും. അതായത് ആദ്യമേ നമുക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കൂടെ കിട്ടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ 2 തവണ നമുക്ക് കിട്ടും. പിന്നെ സ്ട്രിക്ട്നെസ് ഓഫ് കോളേജ്. അപ്പോൾ എൻ്റെ കോളേജ് സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ് ആണ്. കാരണം എല്ലാ കോളേജിനും അവരുടെ അക്കാഡമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നമ്മൾ നാളേക്ക് നല്ല ഡോക്ടർമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അക്കാഡമിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെയാണ് അവർക്ക് വേണ്ടത്. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നന്നായിട്ട് സ്കിൽഫുള്ളായിട്ടുള്ള നല്ല അറിവുള്ള നല്ല ഡോക്ടേഴ്സിനെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാക്സിമം നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉത്തരവാദിത്തം. നമ്മളെ പഠിപ്പിച്ച് മാക്സിമം, അതായത് ഒട്ടും പഠിക്കാൻ കഴിയില്ലാത്ത ഒരാളെ പോലും നല്ല രീതിയിൽ സ്പൂൺ ഫീഡ് ചെയ്ത് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രൈവറ്റ് കോളേജൊക്കെ ആകുമ്പോഴത്തേക്കും സ്പൂൺ ഫീഡിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ അവരത് ചെയ്ത് പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും പഠിക്കുക. അപ്പോൾ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ ഡ്രസ് കോഡിലായിക്കോട്ടെ, പെർഫോമൻസിൻ്റെ അതായിക്കോട്ടെ, നമ്മൾ ഹെയറൊക്കെ പുട്ടപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുട്ടപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യരുത്. അത് സമയമാകുമ്പോൾ ചെയ്യാം. അല്ലാതെ നമ്മൾ ചാടിക്കയറി എനിക്കെല്ലാം അറിയാം, ഞാൻ എക്സ്പേർട്ടാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ റാഗിങ് ഉണ്ടോ ഇല്ലയോ, അതെല്ലായിടത്തും സംശയമാണ്. റാഗിങ്, എൻ്റെ കോളേജിൽ റാഗിങ് ഇല്ല. ആൻറ്റി റാഗിങ് അതിൻ്റെ എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതായത് SSGP, അതാണല്ലോ നമ്മുടെ ആൻറ്റി റാഗിങ്ങിൻ്റെ പ്രോട്ടോക്കോള്, ആൻറ്റി റാഗിങ് ഫ്രീ പ്രോട്ടോക്കോള്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് എന്തെങ്കിലും റാഗിങ് ഉണ്ടാകുകയാണെങ്കിൽ അതോറിറ്റിയെ നമുക്ക് അറിയിക്കാം. പിന്നെ നമ്മുടെ കോളേജിലെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 6 മാസത്തേക്ക് ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിൽ ഒരു ഇൻറ്ററാക്ഷനും പാടില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന പേടിയിലാണ്. പക്ഷെ സാധാരണ അവിടെ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഫ്രഷേഴ്സ് ഡേയിലായിരിക്കും ഫസ്റ്റ് ഇയേഴ്സുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത്. അതിനുശേഷം 6 മാസത്തേക്ക് നമ്മൾ ഒന്നും മിണ്ടാറൊന്നുമില്ല. പക്ഷേ ഹോസ്റ്റലൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേക്ക് ആ പിള്ളേർ വന്ന് സംശയം ചോദിക്കുകയും അതിലെതിലേക്ക് നടക്കുക, അവർക്കൊന്നും അറിയത്തില്ല എങ്ങനെയാ പോകേണ്ടത്, ഏതാ വഴി എന്നൊക്കെ ചോദിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങളവിടെ ആരെയും ഉപദ്രവിക്കാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഫൈനൽ HS ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ട്. സ്റ്റൈപ്പൻഡിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് കോളേജിൽ 23 to 25,000 കിട്ടാറുണ്ട്. പക്ഷെ പ്രൈവറ്റ് കോളേജിൽ അതില്ല. മാക്സിമം കോളേജിൽ അതില്ല. ഇനി കൊടുക്കുന്ന കോളേജ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു രഹസ്യമുണ്ട്. രഹസ്യമല്ല, അതിപ്പോൾ പരസ്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതായത് നമ്മൾ ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാം കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ, അതായത് ട്രാവൻകൂർ മെഡിക്കൽ കൗൺസിലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആയുർവേദ ഡോക്ടറാണെന്നുള്ള രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇടയ്ക്കാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒരു എക്സാം ആയിട്ട് വന്നത്. അതായത്
നമ്മൾ നീറ്റ് എന്തിനാണ് എഴുതുന്നത്? മെഡിക്കൽ പ്രൊഫഷനിലോട്ട് എൻട്രി ചെയ്യാൻ. പക്ഷെ ഇവിടുന്ന് എക്സിറ്റ് ആവണമെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ. അതായത് 2021 ബാച്ച് ആൻഡ് 2022 ബാച്ച് ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത് പ്രൊഫഷണൽ ഇയർ ആയിട്ട് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ബാച്ചാണ് എൻ്റേത്. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പം തൊട്ടേ 2021 തൊട്ടേ നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം എഴുതണം എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമരം കാര്യങ്ങളും ചർച്ചകളൊക്കെ ഒടുവിൽ ഇപ്പം 21 22 അതിനകത്തുനിന്ന് മാറ്റി. അതായത് 23 തൊട്ടുള്ള സ്റ്റുഡൻസ് അവർ ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയതിന് ശേഷം നെക്സ്റ്റ് എന്നൊരു എക്സാം കൂടെ പാസ്സായാൽ മാത്രമേ നമുക്ക് എന്തിനു പറ്റുള്ളൂ, നമുക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്ട്രേഷൻ നമ്പർ കിട്ടുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പാസ്സായാൽ മാത്രമേ നമുക്ക് പി ജിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ പി ജി പാസ്സായാലല്ലേ നമുക്ക് ടീച്ചർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ടീച്ചർ ആവണമെങ്കിൽ ടീച്ചേഴ്സ് ടെസ്റ്റ് വേറെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പി ജി കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറായിട്ട് കയറായിരുന്നു. പക്ഷെ അതും മാറ്റി കുറച്ച് റൂൾസ്, അതായത് എല്ലാം പഠിച്ച ആൾക്കാർ മതി എന്ന ഒരു സിസ്റ്റത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ടുള്ള എന്താണ് BAMS ഫസ്റ്റ് ഇയറിനെ കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം എന്തായാലും എല്ലാവരും ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള തിരക്കിലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഫസ്റ്റ് പ്രൊഫഷണൽ ഇയർ, അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്താണ്, ആക്ടിവിറ്റീസ് എന്താണ്, സിലബസ് എന്താണ്, ഒരു കോളേജിൽ എങ്ങനെ പെർഫോം ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്തൂടെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്പായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് തരത്തിലുള്ള വീഡിയോസാണ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും കൂടി നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതൊക്കെ നോക്കിയിട്ട് അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ബിസി ഷെഡ്യൂളല്ലേ ഇപ്പോൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പഠിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മളൊരു എൻഗേജ് ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ നമ്മൾ ഒറ്റപ്പെട്ടു പോവില്ല, അങ്ങനെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ that's it for the video. Hope you enjoyed it. So see you on next time. Tata, bye bye.